ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോയ്ക്ക് മുമ്പ് എനിക്ക് ഉപകാരപ്പെട്ട ഒരു മെഷീൻ നിങ്ങളെ കാണിക്കുവാണേ. ഇതാണ് ബ്രുവേൻ്റെ തേങ്ങ ചിരവുന്ന മെഷീൻ. ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെയൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് തന്നപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യം വെച്ചത് മുതിര മത്തങ്ങ എരിശ്ശേരിയായിരുന്നു കേട്ടോ. പയർ നോക്കിയപ്പോൾ ഇല്ലാഞ്ഞതുകൊണ്ട് മുതിര ഇരിക്കുന്നു, എന്നാൽ പിന്നെ മുതിര ചേർത്ത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ആദ്യം മുതിര ചേർത്ത മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കി. അതിനുശേഷം തക്കാളി ചേർത്ത ഒരു ഒഴിച്ചുകറിയാണ് വെച്ചത്. തക്കാളി ആദ്യം എണ്ണയിൽ വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉടയാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നപ്പോഴത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് തിളച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനിടയ്ക്കൊരു മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഫ്രൂട്ട്സ് പാത്രത്തിൽ ഈ മാങ്ങ കിടക്കുന്നത് ഞാൻ കണ്ടത്. എന്നാൽ പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു മാങ്ങ പൊരിച്ചതാക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം മാംസമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കായവും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറേ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ, എങ്കിലിത് മാംസത്തിലൊക്കെ പിടിക്കത്തുള്ളൂ, പൊടികളൊക്കെ നന്നായിട്ട്. അതിനുശേഷം നമുക്ക് മത്തിയായിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിന് ഒരുപാട് പരിഞ്ഞിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് അതിൽ നിന്ന് മത്തി എടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. അതിനുശേഷം മീൻകറി ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. എപ്പോഴും വെക്കുന്ന പോലെ തന്നെ സെയിം റെസിപ്പി തന്നെയാണ് ഇന്നും. പൊടികളെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പുളിയില്ല കേട്ടോ, ഇന്ന് പുളിയല്ല, ഇന്ന് നമ്മൾ മാങ്ങയാണ് ഇട്ട് കൊടുത്തത്. ദിവസവും പുളിയല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ട് മാങ്ങ വെച്ചുള്ള കറി ആക്കാമെന്ന് കരുതി അങ്ങനെ മാങ്ങ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് മത്തി വരഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുറിച്ചിട്ടില്ല, ഇന്ന് വലിയ മത്തി ആയതുകൊണ്ട് തന്നെ വരഞ്ഞിതിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. മത്തി ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാങ്ങയുടെ പുളിയൊക്കെ ഈ മത്തിക്കകത്ത് നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരത്തെ മസാലയൊക്കെ ചേർത്ത് വെച്ചിരുന്ന മാങ്ങ ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുത്തു. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മാങ്ങ എല്ലാം കൂടെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങയ്ക്ക് നല്ല മാംസം ഉണ്ടെങ്കിൽ കൂടി വെന്ത് വരുന്നതിനനുസരിച്ച് ഇത് ഇളകി വരുന്നോ എന്ന് എനിക്കൊരു സംശയം വന്നു. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തേക്കുന്നുണ്ടായിരുന്നേ. പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇത് റെഡിയായി വന്നപ്പോഴത്തേക്കും മീൻ കറിയും തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് മീനെല്ലാം കൂടെ നിരത്തി ഇങ്ങനെ വറുത്ത് വെച്ചു. അതിനുശേഷം ഒരു വശം വെന്തപ്പോഴത്തേക്ക് അത് തിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മാങ്ങ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് തന്നെ ഞാൻ ഈ മത്തിയുടെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എരിശ്ശേരിയിലേക്ക് ഒഴിക്കുവാനായിട്ടുള്ള താളിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. പാത്രത്തിലേക്ക് എണ്ണ ചൂടായപ്പോൾ കടുകും ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഇത് താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഴച്ച് നന്നായിട്ട് എടുത്തേ. അപ്പോഴേക്കും മീൻ കറിയും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം കൂടി ഒന്നിച്ചൊന്ന് നോക്കിയാലോ. മാങ്ങയിട്ട മത്തിക്കറി, മത്തങ്ങ എരിശ്ശേരി, തക്കാളി ഒഴിച്ചുകറി, മീൻ മുട്ട വറുത്തത്, മസാല മാങ്ങ പൊരിച്ചത്, മത്തി പൊരിച്ചത്. പിന്നെ ഇതെല്ലാം കൂടി പാത്രത്തിലേക്ക് വിളമ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ മറക്കല്ലേ.